ലോകത്ത് മുഴുവനും അനവധി രാജ്യങ്ങളിലേക്ക് അവരുടെ രാജ്യത്ത് തിരിച്ചെത്താൻ പറ്റാതെ, ജോലിയിലെത്താൻ പറ്റാതെ പല രാജ്യങ്ങളും ബ്ലോക്കായിട്ട് കിടക്കുന്ന ആളുകളെ അവരുടെ രാജ്യത്തേക്ക് തിരിച്ചെത്തിക്കാനും, ജോലി സ്ഥലങ്ങളിലേക്ക് പലർക്കും വീട്ടിൽ നിന്ന് പോകാൻ പറ്റാതെ വീടുകളിൽ ബന്ധപ്പെട്ടിരുന്നവരെയും ആ രാജ്യങ്ങളിലേക്ക് എത്തിക്കാവുന്നതാണ്. 10 കോടി രൂപയുടെ ബിസിനസ് കോവിഡ് സമയത്തുണ്ടായി. അത് ഇന്ത്യയിലെ ഹയസ്റ്റ് ആയിരുന്നു. നമുക്കറിയില്ലായിരുന്നു, കാരണം നമ്മൾ ഒന്നിച്ച് പോയി നമുക്ക് പിള്ളേർക്ക് ശമ്പളം കൊടുക്കണം, ഓഫീസ് മുൻ ചെയ്യണം എന്നുള്ള ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിലൂടെ എത്ര വലിയൊരു റവന്യൂ പാൻഡമിക് സമയത്ത് നേടി എന്ന് പറഞ്ഞപ്പോൾ അത് ദേശീയ ശ്രദ്ധ ആകർഷിച്ചു. അങ്ങനെയാണ് ഈ ഒരു ദേശീയ. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരു കഴിവുണ്ടെങ്കിൽ ആ കഴിവ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ പ്രതിസന്ധി സമയത്താണ്. അത് ഒഴുക്കിലൂടെ ആർക്കും സഞ്ചരിക്കാം. പക്ഷെ നമുക്ക് നമ്മുടെ രാജ്യത്തിനോ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി പരിഹരിക്കാനോ നമ്മളെ കൊണ്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്നുള്ളൊരു ചിന്തയിലാണ് അത് ഇടാറുണ്ട്. എൻ്റെ ആദ്യത്തെ അന്റാർട്ടിക്ക യാത്രയിൽ ഞാൻ ബുക്ക് ചെയ്ത് വെറും 43 സീറ്റായിരുന്നു. 2 ആഴ്ച കൊണ്ട് 68 പേരെ ബുക്ക് ചെയ്തിരുന്നത്. 10 ലക്ഷം ഇട്ടപ്പോൾ എന്നെ കൂടുതൽ ലാൽജോസോറ് ചോദിച്ചു, ബെന്നി അത് വല്ലവരും വരുമോ, നമുക്ക് നടക്കുമോ എന്ന് പോലും ചോദിച്ചു. ഞാനും ഞെട്ടിപ്പോയി. കാരണം മലയാളിയുടെ യാത്രാ സ്വപ്നങ്ങൾക്ക് പരിധിയില്ല എന്നത് മനസ്സിലായി. അവൻ അത്രമാത്രം ആഗ്രഹിക്കുന്നവരാണെന്നും അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാനും അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ നന്നായിട്ട് കൊടുത്താൽ പിന്നെ അതിന്റെ വലിയൊരു അനന്ത സാധ്യത നമുക്ക് അതിന്റെ മുമ്പിൽ തുറന്നു കിട്ടും. ഇന്നത്തെ നമ്മുടെ അതിഥിക്ക് ഒരു പ്രത്യേകതയുണ്ട്. 110ഓളം ലോകരാജ്യങ്ങൾ സന്ദർശിച്ച ഒരാൾ, 200-ലധികം രാജ്യങ്ങളിലേക്ക് സഞ്ചാരികളെ എത്തിക്കുമെന്ന് ശപഥം ചെയ്തിരിക്കുന്ന ഒരാൾ, അതിനേക്കാളൊക്കെ അപ്പുറം കൊറോണ കാലത്ത് ട്രാവൽ ബ്രാൻഡിനെ റീബ്രാൻഡ് ചെയ്യാൻ ധൈര്യം കാണിച്ച ഒരാൾ, ബെന്നീസ് റോയൽ ടൂറിസിന്റെ മാനേജിംഗ് ഡയറക്ടർ ബെന്നി പാനക്കുളങ്ങര. നമസ്കാരം. ജർമ്മനിയിലെ TVO നോഡ് എന്ന അന്താരാഷ്ട്ര ഏജൻസിയുടെ ISO സർട്ടിഫിക്കേഷൻ അത് കരസ്ഥമാക്കിയിരിക്കുകയാണ്. അതിന്റെ സന്തോഷത്തിലാണ്. അപ്പൊ അതേക്കുറിച്ച് തന്നെ നമുക്ക് തുടങ്ങാം. എന്താണ് ആ സർട്ടിഫിക്കേഷൻ, എന്താണ് അതുകൊണ്ടുള്ള ഒരു നേട്ടം? നമുക്ക് ലോകത്തിൽ ഒരുപാട് അക്രഡിറ്റേഷൻസ് സർട്ടിഫിക്കേഷൻ ഉണ്ട്. ISO സർട്ടിഫിക്കേഷൻ ഇന്ത്യയിലുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഇന്നൊരു ക്വാളിറ്റി സിസ്റ്റം, അന്താരാഷ്ട്ര ക്വാളിറ്റി സിസ്റ്റം കൊടുക്കുന്നത് ഡാർട്സ് എന്നൊരു അക്രഡിറ്റേഷൻ, ജർമ്മൻ ഗവൺമെന്റിന്റെ കീഴിലൊരു അക്രഡിറ്റേഷനാണ്. ആ അക്രഡിറ്റേഷനാണ് ലോകത്തിലെ ഏറ്റവും വിലമതിക്കുന്ന അക്രഡിറ്റേഷൻ. അത് നൽകുന്ന ജർമ്മനിയിലെ തന്നെ ഒരു TUV നോഡ് എന്നൊരു കമ്പനിയുണ്ട്. അവരാണ് ഈ ഡാർട്സിന്റെ അക്രഡിറ്റേഷനുള്ള ഈ ലോകത്തിലെ ഏറ്റവും നിലവാരമുള്ള ISO സർട്ടിഫിക്കേഷൻ തരുന്നത്. ഈ സർട്ടിഫിക്കേഷൻ ഇന്ത്യയിൽ ഒരുപാട് മാനുഫാക്ചറിങ് കമ്പനികൾക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ അറിയപ്പെടുന്ന എല്ലാ കമ്പനികൾക്കും വിദേശത്തേക്ക് സാധനങ്ങൾ അയക്കുക, പ്രൊഡക്ഷൻ, നമ്മുടെ സീ ഫുഡ് മാനുഫാക്ചേഴ്സ്, പല പല ഒലിവ് റൈസിങ് കമ്പനീസ്, അങ്ങനെ പല പല കമ്പനികൾക്ക് ഇതൊക്കെ ക്വാളിറ്റി ഉറപ്പുവരുത്തി വിദേശത്തേക്ക് അയക്കണമെങ്കിൽ ഈ TUV എന്നുള്ള ഈ കമ്പനിയുടെ അക്രഡിറ്റേഷനാണ്. ഇതുവരെ അങ്ങനെ ഒരു ട്രാവൽ കമ്പനിക്ക് ഇങ്ങനെ ഒരു അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടില്ല. കിട്ടിയതുകൊണ്ട് നമുക്ക് എന്താണ് ഈ ട്രാവൽ മേഖലയിൽ എന്തൊരു മാറ്റം ഉണ്ടാകുന്നില്ല? ആളുകൾക്ക് ഏറ്റവും ഗുണനിലവാരം ഉറപ്പുവരുത്തിക്കൊണ്ട് നമുക്ക് അവർക്ക് സർവീസ് കിട്ടുമെന്നാണ്. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഹോട്ടൽ എടുക്കുന്ന ലെവലിൽ ഹോട്ടൽ പ്രോപ്പർലി പോയിട്ട് ഇൻസ്പെക്ട് ചെയ്യണം. എന്നിട്ട് ഹോട്ടലിലെ ക്വാളിറ്റി ഒരുപാട് ഹോട്ടൽ എടുക്കാവൂ, റെസ്റ്റോറൻറ്റ് എടുക്കാവൂ, കോച്ചുകൾ എടുക്കാവൂ. എല്ലാ സർവീസും മുൻകൂട്ടി പോയി കണ്ട് ഉറപ്പുവരുത്തി ഗുണനിലവാരം ഉറപ്പുവരുത്തിയിട്ട് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും നിലവാരമുള്ള പ്രോഡക്റ്റ് ആർക്ക് കിട്ടും? കസ്റ്റമേഴ്സിന് കിട്ടും. അപ്പോൾ കസ്റ്റമേഴ്സിന് ഈ നിലവാരം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള നല്ലൊരു സേവനം കൊടുക്കാൻ ഞങ്ങൾക്കും, അതായത് കസ്റ്റമേഴ്സിന് ഈ ഒരു നിലവാരമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ധൈര്യമായിട്ട് അങ്ങ് തെരഞ്ഞെടുക്കാൻ പറ്റും. കസ്റ്റമേഴ്സിന് സുഖമായിട്ട് ഇങ്ങനെയുള്ള കമ്പനികളിൽ നിന്നുള്ള പ്രോഡക്റ്റ് ധൈര്യമായിട്ട് എടുക്കാം. കാരണം അത് ഗുണനിലവാരം ഉറപ്പുവരുത്തിയിട്ടുള്ള കാര്യമായിരിക്കും. നമ്മളെ സംബന്ധിച്ചും നല്ലതാണ്. കാരണം അതിൽ പ്രോപ്പർലി എല്ലാം വരുന്നത് 0 കംപ്ലൈന്റ് ആണ്. നമ്മളാണ് സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നേടിയത്. സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ബെന്നീസ് റോയൽ ടൂറിസിന് ഈ അംഗീകാരം കിട്ടിയത്. അതിന്റെ വലിയ ത്രില്ലാണ്. കാരണം ഒരുപാട് ഹാർഡ് വർക്ക് അതിന്റെ പുറകിലാണ്. 1 വർഷത്തോളമായി ഞങ്ങൾ ഇത് ചെയ്ത്, ഞങ്ങൾക്ക് ഇത് ട്രെയിൻ ചെയ്ത് ഇത് കിട്ടിയപ്പോൾ പല വിധത്തിലും ഓഡിറ്റേഴ്സിന് പൂർണ്ണമായ വിധത്തിൽ ട്രാവൽ മേഖലയിൽ ഓഡിറ്റ് ചെയ്യാൻ ആൾ പോലും ഇല്ല എന്ന അവസ്ഥയായി. കാരണം ഇന്ത്യയിൽ ഒരുപാട് അക്രഡിറ്റേഷൻസ് ചെയ്യുന്നുണ്ട്. അത് വെറും നാമമാത്ര അക്രഡിറ്റേഷൻ, അതിന്റെ ഒരു QMS സിസ്റ്റം ഇല്ല. അപ്പൊ ആ ഒരു QMS സിസ്റ്റം ഉണ്ടാക്കണം. അതിനുവേണ്ടി ഒരുപാട് പേരെ കഠിന പ്രയത്നത്തിന്റെ പുറകിലുണ്ട്. പിന്നെ ഓഡിറ്റേഴ്സ് വന്നു. ഓഡിറ്റേഴ്സ് ചെയ്യാൻ തന്നെ TUV നോഡ് ചെയ്തപ്പോൾ അവർക്കത് സർട്ടിഫൈ ചെയ്യാനുള്ള ഒരു ഓഡിറ്റർ ഇല്ലാന്നായി. പിന്നെ ജർമ്മനിയിൽ നിന്ന് അതിനു വേണ്ടി പ്രത്യേകം സംവിധാനം ചെയ്തിട്ടാണ് അതിന് ഓഡിറ്റേഴ്സ് ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഞങ്ങളെ നൽകിയത്. മറ്റു കമ്പനികൾക്ക് നമ്മുടെ പാതയിൽ നടക്കാനായിട്ടുള്ള ട്രാവലില് തന്നെ ഒരു ബിസിനസിന്റെ വലിയ അനന്ത സാധ്യതകളാണ് നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുന്നത്. പക്ഷെ ആരും അതിലേക്ക് മെനക്കെടാറില്ല. എല്ലാവരും ഈ നമ്മുടെ
കൊച്ചു കേരളത്തിൽ ഒതുങ്ങിക്കൂടി കുറച്ച് ബിസിനസ് ചെയ്ത് കുറച്ച് ട്രാവൽ ചെയ്ത് നിൽക്കുന്നവരാണ്. അപ്പോൾ വലിയ വിധത്തിൽ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നമ്മൾ ഇറങ്ങുവാനുള്ള ഒരു അംഗീകാരമാണ് ഈ ISO ഈ TUവിനോട് ജർമ്മനിയുടെ അക്രഡിറ്റേഷനോടെ നമുക്ക് തുറന്നു കിട്ടിയിരിക്കുന്നത്. ഇത് കിട്ടിയതായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലും പുതിയ പദ്ധതികളുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ കേരളത്തില് ഈ കോർപ്പറേറ്റ് ടൂറുകൾ ബിസിനസ്സുകൾ ഇത് ആർക്കും അതിന് പ്രോപ്പറായിട്ട് കൊടുക്കുന്ന ഒരു സംവിധാനങ്ങൾ നമുക്കില്ല. പല ബോംബെയിലും ഡൽഹിയിലുള്ള വലിയ കമ്പനികളാണ് നമ്മൾ അതിനുവേണ്ടി ആശ്രയിക്കുന്നത്. ഇപ്പൊ ആ കോർപ്പറേറ്റിന്റെ എല്ലാ ആവശ്യങ്ങളും കോർപ്പറേറ്റ് ട്രാവലുകൾ, അവരുടെ കോർപ്പറേറ്റ് മീറ്റിംഗ്സ്, മൈസ് ഉള്ള ടൂറുകൾ, അതുപോലെ തന്നെ അവരുടെ മറ്റുള്ള ഈവൻസുകൾ എല്ലാത്തിനും, അതുപോലെ നമ്മുടെ HNI ടൂറുകൾ, HNI VIP HNI കാറ്റഗറി ഉള്ളവർ, അങ്ങനെ ഒരുപാട് സാധ്യതകളിലേക്ക് കേരളത്തിൽ ഈ കൊടുക്കുന്ന ഒരു സംവിധാനമുള്ള ഒരു കമ്പനി കേരളത്തിലില്ല. അതുപോലെ തന്നെ നമ്മുടെ പല പല ക്ലബ്ബുകൾ, അവരുടെ CGAT കസ്റ്റമൈസ് മൈസ് ടൂറുകൾ, അവരുടെ ഈ പല വിധത്തിലുള്ള അസോസിയേഷൻ്റെ ടൂറുകൾ, അങ്ങനെയുള്ള പിന്നെ ഫാമിലി ബിഗ് ടവർ ടൂറുകൾ, ഇതൊന്നും നല്ല റേറ്റിലും ഗുണനിലവാരം ഉറപ്പെടുത്തിക്കൊണ്ടും ഉള്ളൊരു സംവിധാനം കൊടുക്കാവുന്ന സംവിധാനം കേരളത്തിലില്ല. അപ്പൊ അതിന്റെ അനന്ത സാധ്യതകൾ കണ്ടുകൊണ്ടാണ് ഇനി നമുക്ക് ധൈര്യമായിട്ട് പോകാം. കാരണം ഒരു കമ്പനി ഉറപ്പുവരുത്തി ക്വാളിറ്റി ആണെന്ന് തരുത്തു നമ്മൾ അടിസ്ഥാനമായിട്ട് ബിൽഡ് ചെയ്യാം. ഡിവിഷൻ തന്നെ ഒരു ബിസിനസ് തുടങ്ങിയിരിക്കുകയാണ്. അത് 24/7 സർവീസ് കൊടുക്കുന്ന ഒരു ഡിവിഷനാണ്. കോർപ്പറേറ്റ് ഡിവിഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ വരുന്ന 28-ാം തീയതി നമ്മുടെ പുതിയ ഡിവിഷൻ ഓഫീസിന്റെ ഉദ്ഘാടനം നടത്തും. അന്ന് തന്നെയാണ് നമ്മുടെ ISO കൺഫർമെന്റ് സെറിമണി വരുന്നത്. അത് ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യവ് മിനിസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ ബിസിനസ് രംഗത്തെ അനവധി ആളുകൾ സംബന്ധിക്കുന്നുണ്ട്. വലിയ കോൺക്ലേവ്സ് ഉണ്ട്, ഡിസ്കഷൻസ് ഉണ്ട്, അനവധി അംബാസിഡേഴ്സ് പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ കേരള ചരിത്രത്തിൽ ഉണ്ടായ ഈ വലിയൊരു അംഗീകാരം ഏറ്റവും നല്ല രീതിയിൽ ആഘോഷിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഇങ്ങനെ ഗ്രാൻഡ് ഹയാത്തിൽ ഇങ്ങനെ ഒരു വലിയ ഒരു കൺഫേം സെറിമണി നമ്മളും നടത്തുന്നത്. അത് ഈ 28-ാം തീയതി വൈകുന്നേരമാണ്. അപ്പൊ നമ്മൾ സാധാരണ കണ്ടുവരാത്ത യാത്രാ പാക്കേജുകളാണ്. അതാണ് നമ്മൾ ബെനീസിനെ വ്യത്യസ്തമാക്കുന്നത്. എങ്ങനെയാണ് ഇത്രയധികം രാജ്യങ്ങളിലേക്ക് കടന്നെത്താനായിട്ട് സാധിച്ചത്? ഇത് ഞാൻ ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നത് യഥാർത്ഥത്തിൽ ഒരു ബിസിനസ് താല്പര്യം കണ്ടുകൊണ്ടല്ല. യാത്ര എന്നത് നമ്മൾക്ക് ഭയങ്കര പാഷനാണ്. അപ്പൊ യാത്രയോടുള്ള ഒടുങ്ങാത്തൊരു ആവേശം എനിക്കുണ്ടായിരുന്നു. അതെൻ്റെ ചെറുപ്പകാലം മുതലും കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ യാത്രയോട് വലിയൊരു ആവേശം ഉണ്ടായിരുന്നു. അപ്പോൾ ലോകത്തിലെ അനവധി സ്വപ്നങ്ങൾ നമ്മുടെ എസ്കേപ്പെട്ട സക്കറി സാർ ഉൾപ്പെടെ പിന്നീട് നമ്മുടെ അനവധി സഞ്ചാരികൾ യാത്രയുടെ പല കാഴ്ചകൾ, ഭൂമുഖത്തുള്ള അത്ഭുത കാഴ്ചകൾ നമ്മളെ കാണിച്ച് നമ്മൾ കൊതിപ്പിക്കുന്ന കണ്ടപ്പോൾ എന്തുകൊണ്ട് നമ്മളെ അത് പോയി നമുക്ക് എല്ലാവർക്കും ഈ സ്ഥലങ്ങളിൽ നമുക്ക് പോയി കാണണമെന്നും ആദ്യത്തെ കാര്യം, പിന്നെ ഈ സാഹചര്യത്തിലേക്ക് മറ്റുള്ളവർക്കും കാണുന്ന വിധത്തിൽ കാണിക്കാനുള്ള ഒരു സംവിധാനം എന്തുകൊണ്ട് ചെയ്തുകൂടാന്നുള്ള ഒരു ആശയത്തിലാണ് ഈ ശരിക്കും ഇങ്ങനെയുള്ള വലിയൊരു ടാസ്കിലേക്ക് ഞാൻ വന്നത്. അതാണ് വിഷൻ 2030 എന്നുള്ളൊരു പ്രൊജക്റ്റ്. 2030 ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലേക്കും യാത്രകൾ നടത്താൻ ആളുകൾക്കുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഇപ്പോൾ 200 രാജ്യങ്ങളിലേക്ക് തീർച്ചയായിട്ടും. എല്ലാവരും ഇപ്പം നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് വരുന്നത് 193 രാജ്യങ്ങളൊക്കെയാണ്. ഇപ്പൊ 194ാമത്തെ രാജ്യമാണ് ഈ പറഞ്ഞ പാലസ്തീൻ വന്നത്. വീണ്ടും രാജ്യങ്ങളുണ്ട്. നമ്മുടെ UK എന്നത്, ഇംഗ്ലണ്ട്, അതുമാതിരി റിപ്പബ്ലിക് ഓഫ് അയർലൻഡാണ് എല്ലാവരും ഉള്ളൂ. പക്ഷെ അത് 5 രാജ്യങ്ങളാണ്. അത് നോർത്തേൺ അയർലൻഡ്, വെയിൽസ്, സ്കോട്ട്ലൻഡ്, പിന്നെ ഇംഗ്ലണ്ട്, അതുപോലെ തന്നെ റിപ്പബ്ലിക് ഓഫ് അയർലൻഡ്. 5 രാജ്യങ്ങൾ കൂടിയാണ്. പക്ഷെ 2 രാജ്യങ്ങളായിട്ട് അറിയപ്പെടുന്നുള്ളൂ. അതുപോലെ തന്നെ കൊസോവോ ആണ് വേണ്ടില്ല. അതുമാതിരി സൊമാലിയ ലാൻഡ് എന്ന് പറഞ്ഞ വേറെ രാജ്യമുണ്ട്. അങ്ങനെ ഇതൊക്കെ കൂടിയിട്ടാണ് 200 രാജ്യങ്ങൾ. കൃത്യമായിട്ട് പ്ലാനും പദ്ധതിയോട് കൂടിയാണ് നമ്മൾ ഈ പ്രൊജക്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ആധികാരികമായ പഠനം തന്നെ ഇതിന്റെ പുറകിൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഓരോ യാത്രകളും ഞങ്ങൾ ചെയ്യുന്നത്. ഈ 200 രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പോയ ഇത്രയും രാജ്യങ്ങൾ ഉൾപ്പെടെ, അപ്പോ ഇങ്ങോട്ടേക്ക് എങ്ങനെയാണ് നമുക്ക് കടന്നെത്താനായിട്ട് ആദ്യത്തെ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് എത്തിയത്? സാധാരണ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം, എളുപ്പമല്ല. പ്രത്യേകിച്ച് നമ്മുടെ സൊമാലിയ, ഇപ്പൊ പറഞ്ഞ സൊമാലിയ രാജ്യങ്ങൾ, ആഫ്രിക്കയിലെ പല രാജ്യങ്ങൾ നമ്മൾ പോയ തിരിച്ചു പോലും ജീവൻ പോലും കിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് നമ്മളവിടെ കൊണ്ടുപോകാനും അവിടെ നമുക്ക് സേവനം നൽകാനും ഒരു കമ്പനികൾ പരിപാടി ഉണ്ടാവും. അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ 200 രാജ്യങ്ങളുടെ അംബാസഡേഴ്സും ഓഫീസ് ഇന്ത്യയിലുണ്ട്.
നമ്മൾ ഈ അംബാസഡേഴ്സുമായിട്ട് ഞാൻ അവർക്ക് മെയിൽ ചെയ്തു. അവർ ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു, നിങ്ങളുടെ മെയിൻലാൻഡ് ഞങ്ങൾക്ക് സന്ദർശിക്കണമെന്നുണ്ട്, നിങ്ങളുടെ രാജ്യത്തുള്ള വിസ്മയ കാഴ്ചകളൊക്കെ കാണണമെന്നുണ്ട്, ഞങ്ങളെ നിങ്ങൾ സഹായിക്കണം. കാരണം ഈ അംബാസഡറിന്റെ കീഴിലാണ് ഈ കോൺസുലേറ്റും അതുപോലെ തന്നെ ടൂറിസം മിനിസ്ട്രി, അവർക്ക് ഈസി ആയിട്ട് സാധിക്കും. അങ്ങനെ ഇവരെ ഞാൻ ബന്ധപ്പെട്ടു, അവരുടെ സൗഹൃദം നേടി, അവരെ ഒരുപാട് അംബാസഡേഴ്സിനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. കാരണം ഞങ്ങൾ കുറെ വേൾഡ് ട്രാവൽ എക്സ്പോ എന്ന ലെവലിലേക്ക് ഞങ്ങൾ സംഘടിപ്പിച്ചു. അത് B2C എക്സ്പോ ആദ്യമാണ് കേരളത്തിൽ. B2B എക്സ്പോകൾ അനവധി നടക്കുന്നുണ്ട്. B2C കസ്റ്റമറിലേക്ക് വരുന്ന എന്നുവെച്ചാൽ അംബാസഡറിനെ മുഴുവൻ കസ്റ്റമറിലെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുപോകും. അങ്ങനെ ഒരു 3 വർഷം ചിലതായിട്ട് 40-40ഓളം അംബാസിഡറെ ഞങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. അവര് വന്ന് അവരുടെ രാജ്യത്തെ പരിചയപ്പെടുത്തി, ജനങ്ങളുമായി സംവദിച്ചു, ജനങ്ങളുമായി ഫോട്ടോ എടുത്തു, ആളുകൾ അംബാസിഡറിനെ പരിചയം നിർത്തി, സംവേദന നേടിയപ്പോൾ ഭയങ്കര ആവേശകരമായ ഒരു പ്രതികരണം വന്നത്. ആ അംബാസഡേഴ്സിനൊപ്പം നമ്മുടെ ഇവന്റുകളിലേക്ക് പോരാൻ. അപ്പൊ അവരുടെ വലിയൊരു സൗഹൃദം നേടിയതിനു വേണ്ടി ആ രാജ്യത്തേക്ക് യാത്രകൾ നടത്തുന്നത് ഇവരുടെ സ്റ്റേറ്റ് ഗസ്റ്റ് ആയിട്ടാണ്. എനിക്കൊരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ അംബാസഡർ എഴുതും. അംബാസിഡർ അവരുടെ സ്റ്റേറ്റിന്റെ പ്രൊട്ടക്ഷനോട് കൂടി അവിടുത്തെ സ്റ്റേറ്റ് ഗസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഓരോ വ്യക്തികളെയും സ്വീകരിക്കുന്ന കൊണ്ട് നടക്കുന്നത്. ഇതിനേക്കാളും വലിയ സർവീസ് സേവനം നമുക്ക് എന്താ വേണ്ട. നേരത്തെ പറഞ്ഞ പോലെ കോവിഡിന്റെ ടൈമിലാണ് ഇത് റീബ്രാൻഡ് ചെയ്തത്. ആ വർഷം തന്നെയാണ് മികച്ച ടൂർ ഓപ്പറേറ്റർക്കുള്ള അവാർഡ് കിട്ടിയത്. എങ്ങനെയാണ് അങ്ങനെ ഒരു ധൈര്യം ഉണ്ടായത്? ധൈര്യം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരു കഴിവുണ്ടെങ്കിൽ ആ കഴിവ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ പ്രതിസന്ധി സമയത്താണ്. അത് ഇപ്പോൾ ഒഴുക്കിലൂടെ ആർക്കും സഞ്ചരിക്കാം. പക്ഷെ നമുക്ക് നമ്മുടെ രാജ്യത്തിനോ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി പരിഹരിക്കാനോ നമ്മളെ കൊണ്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്നുള്ളൊരു ചിന്തയിലാണ് അത് ഇടാൻ വേണ്ടത്. കാരണം ലോകം മുഴുവൻ നിശ്ചലമായി, അനവധി പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു, ആത്മഹത്യ പോലും ട്രാവൽ ഇൻഡസ്ട്രിയിൽ ഉണ്ടായി. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഈ സമയത്ത് നടത്താവുന്ന ഒരു കാര്യത്തിലേക്ക് നമുക്ക് ഇറങ്ങിത്തൂടാ, കുറച്ചു പേർക്കെങ്കിലും ജോലി കൂടാ, നമുക്ക് മറ്റുള്ളവർക്ക് പ്രചോദനം കൊടുക്കുന്ന വിധത്തിൽ എന്തുകൊണ്ട് ഒരു കമ്പനി റീബ്രാൻഡ് ചെയ്തുകൂടാ എന്നുള്ള ആശയത്തിലാണ് ബെന്നിസ് റോൾട്ടോസ് റീബ്രാൻഡ് പുതിയ ലോഗോയും ഒക്കെ ആയിട്ട് പുതിയ കളറിലും. അപ്പോഴത്തെ ടൂറിസത്തിന്റെ ഇവന്റ് ടൂറിസം കളറായിരുന്നു യെല്ലോ, ആ കളറിലാണ് നമ്മൾ ഈ കമ്പനി തന്നെ ലോഞ്ച് ചെയ്തത്. ആ കോവിഡ് സമയത്ത് തുടങ്ങിയ സമയത്ത് എല്ലാവരും പറഞ്ഞു ഇത് എന്ത് പറ്റിയത്, എന്ത് ഈ സമയത്തൊക്കെ ഇങ്ങനെ തുടങ്ങണേന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. അന്ന് പിള്ളേരുകൾ വന്നവരോട് ഞാൻ പറഞ്ഞു നമുക്കിത് നടത്താം, ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. എന്തായിരുന്നു ആ സമയത്ത് പ്രധാനമായിട്ട് ചെയ്തത് ക്വാറന്റൈൻ പാക്കേജസ് ആണ്. ലോകത്ത് മുഴുവനും അനവധി രാജ്യങ്ങളിലേക്ക് അവരുടെ രാജ്യത്ത് തിരിച്ചെത്താൻ പറ്റാതെ, ജോലിയിലെത്താൻ പറ്റാതെ പല രാജ്യങ്ങളും ബ്ലോക്കായിട്ട് കിടക്കുന്ന ആളുകളെ അവരുടെ രാജ്യത്തേക്ക് തിരിച്ചെത്തിക്കാനും, ജോലി സ്ഥലങ്ങളിലേക്ക് പലർക്കും വീട്ടിൽ നിന്ന് പോകാൻ പറ്റാതെ വീടുകളിൽ ബന്ധപ്പെട്ടിരുന്നവരെയും ആ രാജ്യങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ്. അതിലാണ് ശരിക്കും ഇന്ന് കിട്ടിയ ഈ ISO അംഗീകാരത്തിന് എനിക്ക് ഏറ്റവും പ്രചോദനമായത് ആ സമയമാണ്. കാരണം ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് എവിടെ എത്തിക്കാനും, നിങ്ങൾക്ക് എവിടെ ആളുകളെ എവിടെ എത്താനും നിങ്ങൾക്കുള്ള ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിച്ച് ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അപ്രോച്ച് ചെയ്ത കമ്പനികൾ ഒന്ന് ടാറ്റ, ജപ്പാനിലെ നിപ്പോൺ, മൂലയ കമ്പനികളായിരുന്നു. അവര് വന്നിട്ട് പറഞ്ഞു RUA അക്രഡിറ്റഡ് കമ്പനി എന്നോട് ചോദിച്ചു. അപ്പൊ നമ്മൾ യാതൊരു അക്രഡിറ്റേഷൻ ഇല്ല. അപ്പൊ ആള് പറഞ്ഞു നിങ്ങൾക്ക് സാധിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു സാധിക്കും, പക്ഷെ ഞങ്ങളുടെ പ്രോപ്പർലി വെണ്ടർ രജിസ്ട്രേഷനിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞങ്ങളുടെ സേവനങ്ങൾക്ക് നിങ്ങളെ ഞങ്ങൾക്ക് നീക്കുള്ളൂ. അങ്ങനെ അവരുടെ വെണ്ടർ രജിസ്ട്രേഷൻ ഞാൻ അന്ന് പൂർത്തിയാക്കി. ആ പൂർത്തിയാക്കിയിട്ടാണ് ഈ കമ്പനികളുടെ ആളുകളെ, ലോകം മുഴുവനും ഉള്ള ആളുകളെ, കുറേ ആളുകളെ നമ്മൾ അവരുടെ പല ജോലി സ്ഥലത്തും ഇന്ത്യയിൽ പെട്ടുപോയവര്, ഇന്ത്യയിൽ നിന്നും പോയവരും തിരിച്ചു ഇന്ത്യയിൽ കൊണ്ടുവരുന്ന കാര്യമാണ് നമ്മൾ ചെയ്തത്. അങ്ങനെ അതിലൂടെ 10 കോടി രൂപയുടെ ബിസിനസ് കോവിഡ് സമയത്ത് ഉണ്ടായി. അത് ഇന്ത്യയിലെ ഹയസ്റ്റ് ആയിരുന്നു. നമുക്കറിയില്ലായിരുന്നു, കാരണം നമ്മൾ ഒന്നിച്ച് പോയി നമുക്ക് പിള്ളേർക്ക് ശമ്പളം കൊടുക്കണം, ഓഫീസ് മുൻ ചെയ്യണം എന്നുള്ള ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിലൂടെ എത്ര വലിയൊരു റവന്യൂ പാൻഡമിക് സമയത്ത് നേടി എന്ന് പറഞ്ഞപ്പോൾ അത് ദേശീയ ശ്രദ്ധ ആകർഷിച്ചു. അങ്ങനെയാണ് ഈ ഒരു ദേശീയ. ഇപ്പൊ നമ്മുടെ ഒരു ട്രെൻഡിങ് ട്രിപ്പ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഈ ട്രെൻഡിങ് എന്ന് വെച്ചാൽ 2 ടൈപ്പ് യാത്രകളുണ്ട്. ഒന്ന് ലെഷറിന് വേണ്ടി പോകുന്നവരുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സിംഗപ്പൂർ, മലേഷ്യ, തായ്ലൻഡ് അങ്ങനെയൊക്കെ പോകുന്ന ആളുകൾ ലെഷറിന് വേണ്ടി പോകും. പിന്നെ ക്രൂയിസ് ട്രിപ്പുകൾ, ആളുകൾ കുടുംബത്തോടെ ലെഷറായിട്ട് പോകുന്നത്. യാത്രയെ ഗൗരവമായിട്ട് കാണുന്നവരുണ്ട്. അവർ അനവധി രാജ്യങ്ങളിലേക്ക് പോകണം, ലോകത്ത് വിസ്മയ കാഴ്ചകൾ കാണണം എന്നുള്ള ആഗ്രഹിച്ചു നിൽക്കുന്നവരുണ്ട്. പക്ഷെ കേരളത്തിൽ ഞാൻ കണ്ടേക്കണം കൂടുതൽ ട്രെൻഡ് ലോകം മുഴുവനും കാണുന്നത്. അതൊരു പക്ഷെ നമ്മുടെ പാരമ്പര്യമായിരിക്കാം. മലയാളിനെ കാണാത്ത, മലയാളി ഇല്ലാത്ത സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ചെറുതായിട്ടൊന്നും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. അവർക്ക് പ്രത്യേകിച്ച് നമ്മുടെ കൊറോണ പാൻഡമിക് കഴിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഈ കഴിഞ്ഞ കാശ് ഇതൊന്നും കയ്യിൽ വെച്ചിട്ട് വലിയ കാര്യമില്ലെന്ന് മനസ്സിലായി. അപ്പൊ അവര്
മക്കളും അവർക്ക് അവരുടെ കാശ് വേണ്ട, നിങ്ങൾ എവിടേക്കൊന്ന് പൊക്കോ എന്ത് പൊക്കോ. അപ്പൊ അവർക്ക് വീട്ടില് അവരെ ഒറ്റപ്പെടുന്ന അവസ്ഥകള്, അവരുടെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, അവർക്ക് അതിനൊന്നും ഒരു പുതുമ വരണം. അപ്പൊ മലയാളികൾ നന്നായിട്ട് വായിക്കുന്നവരും നന്നായിട്ട് പഠിക്കുന്നവരും പഠിച്ചവരും അതുപോലെ തന്നെ ഇങ്ങനെയുള്ളവർ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവർക്കൊരു സംവിധാനം ഇല്ല. അപ്പൊ അതിനുള്ള സംവിധാനം ഞാൻ ഉണ്ടാക്കി കൊടുത്തപ്പോ സ്വാഭാവികമായിട്ടൊരു ആക്സെപ്റ്റൻസ് ആയി. അപ്പൊ നമ്മള് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും എല്ലാ മേഖലകളും നമുക്ക് ചെയ്യാൻ സാധിച്ചാലേ നമുക്ക് അവിടെ വലിയ ഒരു നേട്ടം ഉണ്ടാവുള്ളൂ. എല്ലാവരും ചെയ്ത ഞാൻ എപ്പോഴും പറയും, നമ്മളെന്ത് ചെയ്യണം, വൈ വി ചൂസ് ബെന്നീസ് എന്ന് നിങ്ങൾ ചോദിക്കണം. അപ്പൊ മറ്റുള്ളവരിൽ വ്യത്യസ്തമായിട്ട് നമുക്ക് നമ്മളെ തന്നെ ആശ്രയിക്കാൻ നമ്മളിൽ എന്താണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഏറ്റവും വലിയ വിധത്തിൽ ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ഈ പറഞ്ഞ യുണീക്ക് യാത്രകൾ. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ചാൾസ് ഡാർവിന്റെ ഗാലപ്പഗോസ് ഐലൻഡ്സിൽ കേരളത്തിൽ നിന്ന് ഒരു ഗ്രൂപ്പ് പോയിട്ടില്ല. അവിടെ പോയിട്ട് ചാൾസ് ഡാർവിൻ പരിണാമ സിദ്ധാന്തം ഉത്ഭവിച്ച ആ ഗാലപ്പഗോസ് ഐലൻഡിൽ വലിയ ആമകളുടെ പുറത്തൊക്കെ നമ്മൾ കയറുന്നു. അതൊക്കെ വലിയ ഇതാണ്. അതുപോലെ തന്നെ പാറ്റഗോണിയൻ ഗ്ലേസിയേഴ്സ്, അത് അങ്ങനെ, അതുപോലെ ആമസോൺ കാടുകൾ, ഇത് ഒരാളും പോകാത്തതാണ്. ഇപ്പൊ ഞാൻ മൗണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോയി വന്നത്. മൗണ്ട് എവറസ്റ്റ് ക്യാമ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയമാണ്. കാരണം നേപ്പാളിലൂടെ നടന്ന് ഒരുപാട് സുദീർഘമായ 10-12 ദിവസം നടന്ന് മഞ്ഞിലൂടെ പോയി ഈ കഴുതപ്പുറത്തും പോയിട്ട് വേണം വരാൻ. ഇത് ഞാൻ വണ്ടിയിൽ കൊണ്ടുവന്നിറക്കി ബേസ് ക്യാമ്പില്. ആളുകൾ ഭയങ്കര അങ്ങനെ അതൊരു 30-32 പേരുടെ സംഘമാണ്. ഇപ്പൊ ഈ വലിയ എക്സ്പെഡീഷൻ ട്രിപ്പുകളും ഒക്കെയാണ്. നമ്മളിങ്ങനെ ഒരു സെപ്പറേറ്റ് വിങ് ഉണ്ടാക്കി എക്സ്പെഡീഷൻ. അതിൽ എപ്പോഴും 30-35 പേരെ നമ്മൾ ചെയ്യുള്ളൂ. അതിൽ വലിയൊരു സംഘം ഞാൻ ചെയ്തത് അന്റാർട്ടിക്കയിലേക്ക് 86 പേര് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘത്തെ ഞാൻ കൊണ്ടുപോയി. പിന്നെ അന്റാർട്ടിക്ക ലാൻഡ് ചെയ്തു. ആദ്യമായിട്ടൊരു സംഘത്തെ അന്റാർട്ടിക്കയിൽ കൊണ്ടിറക്കി. എല്ലാവർക്കും ഭയമാണ്. കാരണം ഈ പര്യവേഷകർ പോകുന്ന വഴിയാണ്. അവിടെ ഒരു ഡ്രഗ് പാസേജ് എന്ന് പറയും. അവിടെ 2 കടലും കൂട്ടിമുട്ടുന്ന സ്ഥലമാണ്. ഈ അറ്റ്ലാന്റിക് ഓഷനും പസഫിക് ഓഷനും മെർജ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. അവിടെ എന്ത് വന്നാലും എടുത്തെറിയും. കപ്പലുകളൊക്കെ, അനവധി കപ്പലുകൾ തകരുന്ന ഒരു സ്ഥലമാണ്. അതിലൂടെ ആണ് ഞങ്ങൾ പോയത്. അപ്പൊ നമ്മള് കൊച്ചു ചെറുപ്പത്തിൽ നമ്മളെ കുഞ്ഞിനെ ഊഞ്ഞാലാട്ടിയ പ്രതീതിയിലാണ് അവിടെ. കപ്പൽ മുഴുവനും ഇങ്ങനെയായിരിക്കും. കപ്പലിന്റെ മുകളിലാണ് തിരമാലകൾ വരിക. ആ ഇതിനെ താരണം ചെയ്ത് പോവാന്ന് പറയുമ്പോൾ ആളുകളെ സംബന്ധിച്ച് സാധിക്കുമെന്ന് ഭയമായിരുന്നു. ഞാൻ തീരുമാനിച്ചു എനിക്ക് പോകാനുള്ള റെഡിയായി. ഞങ്ങളുടെ ആദ്യത്തെ സംഘം 36 പേരെ ഞങ്ങള് അന്റാർട്ടിക്കയിലേക്ക് കൊണ്ടിറക്കി. ഇപ്പൊ പോവാണ്. അന്റാർട്ടിക്ക സർക്കിൾ ക്രോസ് ചെയ്തിട്ട് ഇപ്പൊ ഡിസംബറിൽ അടുത്ത സംഘം പോവാണ്. അവിടെയൊക്കെ നമ്മൾ എങ്ങനെയാണ്, മീൻസ് ഹോട്ടലുകൾ അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും അല്ല, അവിടെ ഹോട്ടലൊന്നും ഇല്ല. അവിടെ 2 വിധത്തിലാണ്. ആ കപ്പലിൽ താമസിക്കുള്ളൂ. പിന്നെ വേണമെങ്കിൽ മഞ്ഞിൽ കൂടാരിട്ടിട്ട് മഞ്ഞിൽ തന്നെ ഷെഡ് കെട്ടി നമുക്ക് താമസിക്കാം. തണുത്തുറഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളല്ല അതൊന്നും ഒരു കുഴപ്പമില്ല. തണുപ്പൊക്കെ വേണമല്ലോ. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇങ്ങനെയുള്ള ചില ഭയങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും വിസ്മയ കാഴ്ചകൾ നമ്മൾ യാത്ര തുടങ്ങിയ സമയത്ത് ആദ്യമായിട്ട് ഞാൻ റഷ്യയിലെ മുർമാൻസ്ക് എന്ന സ്ഥലത്തേക്ക് പോയി. അവിടെയാണ് ഈ അറോറ നോർത്തേൺ ലൈറ്റ്സ് എന്നുള്ളൊരു വലിയൊരു കാഴ്ച ഉള്ളത്. ഈ നോർത്തേൺ ലൈറ്റ്സും മലയാളികൾ കണ്ടിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ്? മലയാളിക്ക് തണുപ്പ് പേടിയാണ്. ഈ തണുപ്പിൽ ചെന്നാലേ ഈ നോർത്തേൺ ലൈറ്റ്സ് കാണുള്ളൂ. ധ്രുവദീപ്തി എന്ന് പറഞ്ഞ സുന്ദര കാഴ്ച മലയാളികൾക്ക് കാണിച്ചു കൊടുത്തത് നമ്മളാണ്. ആ ഒരു സംഘത്തെ കൊണ്ടുപോയി ധ്രുവദീപ്തി കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. ആളുകൾ അത്ഭുതപ്പെട്ടു. ആളുകൾ പേടി എന്തായിരുന്നു? തണുപ്പല്ലേന്ന്. യഥാർത്ഥത്തിൽ ഈ തണുപ്പിനെ കുറിച്ച് അറിവില്ലായ്മയാണ്. കാരണം എൻ്റെ കൂടെ വരുന്നവർ പറഞ്ഞു ഭയങ്കര തണുപ്പല്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ മുർമാൻസിൽ വന്നിറങ്ങിയപ്പോ അവിടുത്തെ വെതർ -10 ആയിരുന്നു. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു തണുപ്പ് ഫീൽ ചെയ്യില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു എങ്ങനെയാണ്? നിങ്ങൾ എൻ്റെ കൂടെ വരണേ, നമുക്ക് ഒരിക്കലും തണുപ്പ് ഫീൽ ചെയ്യണമെന്ന്. അവിടെ ഞാൻ അവരോട് പറഞ്ഞു നമ്മൾ ഒരു +10 അല്ലെങ്കിൽ ഒരു +5 നിങ്ങൾ ഊട്ടിയിലെ മൂന്നാർ പോകുന്ന തണുപ്പ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ലെന്ന്. യഥാർത്ഥത്തിൽ അവിടെ ഇറങ്ങിയപ്പോ അവർക്ക് മനസ്സിലായി. കാരണം ഊട്ടിയിൽ മൂന്നാർ പോയ +10 +5 ആയ നമ്മളിങ്ങനെ വിറയ്ക്കും, പല്ലടിക്കും. അവിടെ നമ്മൾ മൈനസ് വന്നാലും നമ്മൾ വിറക്കില്ല. അതാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. നമ്മുടെ എന്തെങ്കിലും നമ്മുടെ ഹ്യൂമിഡിറ്റിയുടെ എന്തെങ്കിലും പ്രത്യേക പ്രശ്നം കൊണ്ടായിരിക്കും, പ്രത്യേകത കൊണ്ടായിരിക്കാം. പക്ഷെ നമുക്ക് ആ തണുപ്പ് പോലെ ഫീൽ ചെയ്യില്ല. അപ്പൊ അങ്ങനെ വന്നതോടെ ജനത്തിന് മനസ്സിലായി നമുക്ക് ഇതൊക്കെ ഈ പ്രാപ്യമാണ്, നമുക്ക് സാധിക്കും. ഇപ്പൊ ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ ഇത്ര എക്സ്പെഡീഷൻസിന് വേണ്ടിട്ട് ഒപ്പം വരാറ്? എല്ലാ ആളും നടക്കാൻ പറ്റുന്ന എല്ലാവർക്കും. ഏജ് ഒന്നും പ്രശ്നമില്ല. എന്റെ അന്റാർട്ടിക്കയിൽ എന്നെ അത്ഭുതപ്പെടുത്തി 70-75 വയസ്സായ ആളുകൾ പോലെ ഉണ്ടായിരുന്നു. പോളാർ പ്ലഞ്ച് എന്ന സംഭവമുണ്ട്. -2-3 തണുപ്പ വെള്ളത്തിൽ അത്യാവശ്യം ഉള്ള വസ്ത്രത്തിലെടുത്ത് ചാടുന്നത്. ഈ 10-70 വയസ്സുള്ള ഒരു വസ്ത്രങ്ങൾ മുഴുവൻ ഊരി വെള്ളത്തിലേക്ക് ചാടിയത് കണ്ടപ്പോൾ ഞാൻ പോലും ഇങ്ങനെ 35 വർഷത്തോളായിട്ട് ഈ ഫീൽഡിൽ തന്നെ ഉണ്ടല്ലോ. ഈ കാലയളവിനുള്ളിൽ എന്തൊരു വലിയ മാറ്റം എന്താ തോന്നിയിരിക്കുന്നത് നമ്മളുടെ ഒരു സമീപനത്തില്?
മലയാളിയുടെ സമീപനത്തിൽ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പാൻഡമിക് കൊറോണ കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും വലിയ തോതിൽ യാത്രയോടുള്ള ഒരു താല്പര്യം വന്നു. ഏകദേശം ഒരു 200-300% ഗ്രോത്ത് ഈ ട്രാവൽ ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. എത്ര വരെ അവർ ഇതിന് സ്പെൻഡ് ചെയ്യാൻ തയ്യാറാവുന്നുണ്ട്? എന്റെ വലിയ വലിയ യാത്രകൾക്കൊക്കെ 10 ലക്ഷം രൂപ വരെയുള്ള യാത്രകളാണ്. അപ്പൊ എന്റെ ആദ്യത്തെ അന്റാർട്ടിക്ക യാത്രയിൽ ഇനി ഞാൻ ബുക്ക് ചെയ്ത് വെറും 43 സീറ്റായിരുന്നു. 2 ആഴ്ച കൊണ്ട് 68 പേരെ ബുക്ക് ചെയ്തിരുന്നത്. 10 ലക്ഷം ഇട്ടപ്പോ എന്നെ കൂടുതൽ ലാൽ ജോസ് ചോദിച്ചു, ബെന്നി അത് വല്ലവരും വരുമോ, നമുക്ക് നടക്കുമോ എന്ന് പോലും ചോദിച്ചു. ഞാനും ഞെട്ടിപ്പോയി. കാരണം മലയാളിയുടെ യാത്രാ സ്വപ്നങ്ങൾക്ക് പരിധിയില്ലാന്ന് നമുക്ക് മനസ്സിലായി. അവൻ അത്രമാത്രം ആഗ്രഹിക്കുന്നവരാണെന്നും അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാനും അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ നന്നായിട്ട് കൊടുത്താൽ പിന്നെ അതിന്റെ വലിയൊരു അനന്ത സാധ്യതകൾ നമുക്ക് അതിന്റെ മുമ്പിൽ തുറന്നു കിട്ടും. ഈ സംവിധായകൻ ലാൽ ജോസ് താങ്കളുടെ പല ട്രിപ്പുകളിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ആ ഒരു അസോസിയേഷൻ വന്നത്? യാത്രയോടുള്ള ഇഷ്ടമാണ് ഞങ്ങളെ രണ്ടിലും അടുപ്പിച്ചത്. അദ്ദേഹമാണ് എനിക്ക് ഈ ട്രാവല് ക്വാളിറ്റി ലെവലിലേക്ക് എനിക്ക് ട്രാവൽ ചെയ്യാനുള്ള എനിക്ക് വന്നേക്കണ ഇൻസ്പിറേഷനാണ്. അതൊരു ചാനൽ തുടങ്ങിയപ്പോഴും അപ്പൊ അത് ആദ്യം യാത്രയോട് ഇഷ്ടപ്പെടുന്നതും നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൽ നിന്നൊരു വലിയൊരു ഇൻസ്പിറേഷൻ എന്നെ ഉണ്ടായി. അദ്ദേഹം പിന്നെ വരുന്ന പനാമ യാത്രയിലും അദ്ദേഹം അതിന് മുമ്പ് ആർട്ടിക് ഉണ്ട്. ആർട്ടിക് വരുന്നുണ്ട്. അത് ഇപ്പോ ഞങ്ങൾ നെക്സ്റ്റ് പോകുന്ന ആർട്ടിക് എക്സ്പെഡിഷൻ ആണ്. ഭൂമിയിലെ ഏറ്റവും വടക്കേ അറ്റത്താണ്. ഭൂമിയിലെ അടിയിൽ അന്റാർട്ടിക്ക എത്തി. ഇനിയിപ്പോ ആർട്ടിക്കിലേക്ക് എത്തണം. അത് ഏറ്റവും അറ്റത്തുള്ള ഭൂമിയുടെ അറ്റത്തുള്ള സ്ഥലമുണ്ട്. അത് സ്വാൾബാർഡ് എന്ന് പറയും. ഹിമക്കരടികളുടെ നാട്. അത് ഹിമക്കരടി മാത്രമേ ഉള്ളൂ. പിന്നെ അതിന്റെ അടുത്ത് നമ്മുടെ ഗ്രീൻലാൻഡ്, നമ്മുടെ ഡൊണാൾഡ് ട്രംപ് കണ്ണു വെച്ചിരിക്കുന്ന സ്ഥലമാണ്. അതിപ്പോ ട്രംപിന്റെ അറ്റാക്ക് വരുമ്പോൾ അതും പോയി കാണണം. അതുപോലെ തന്നെ ഇനി ഐസ്ലാൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ്. അതിലേക്ക് നമ്മുടെ എസ്കിമോസിന്റെ നാടാണ് ഈ പറഞ്ഞ ഗ്രീൻലാൻഡ്. ഇതിലേക്കുള്ള പാക്കേജ് ഒക്കെ എല്ലാം കഴിഞ്ഞു. ഞങ്ങള് പോകാൻ തയ്യാറി. 3-ാം തീയതി ഞങ്ങള് പോവാണ്. കേരളത്തിലെ ആദ്യത്തെ സംഘമാണ് ഈ സ്വാൾബാർഡ് ഇറങ്ങുന്നത്. അവിടെ തോക്ക് ഉള്ള ആള് അംഗരക്ഷകർ വേണം നടക്കണേ. അപ്പോൾ മുഴുവനും ഈ മക്കരടികളാണ്. അവിടെ അവരുടെ അറ്റാക്കിൽ നിന്നും എല്ലാം ഭൂമിയിലെ ഒരുപാട് പ്രത്യേകതകളുള്ള ജനനം സാധിക്കില്ല, ജനിക്കാൻ കുട്ടികൾ പ്രസവിക്കാൻ പറ്റില്ല, മരിച്ചു കഴിഞ്ഞാൽ അവിടെ അടക്കം ചെയ്യില്ല. കാരണം ഡികമ്പോസ് അവിടെ നടക്കില്ല. കാരണം -25 -50 വരെ ഉള്ള തണുപ്പാണ്. അതുകൊണ്ട് അവിടുന്ന് അതിന്റെ മെയിൻ ലാൻഡിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ഒരുപാട് പ്രത്യേകത. ഭൂമിയിലെ ധാതു ഇതില്ലേ, നമ്മുടെ വിത്തുകളൊക്കെ ഒന്നും നശിക്കാതെ സൂക്ഷിക്കുന്നത് അവിടെയാണ്. ഇപ്പൊ ഭൂമിയിലെ നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും അരിയോ എന്തെങ്കിലും വിത്തുകൾ ഉണ്ടെങ്കിൽ അത് എന്ത് കാലക്രമേണ നാച്ചുറൽ കലാമിറ്റി എന്ത് വെച്ചാലും അതിന്റെ വിത്ത് അവിടെ നമുക്ക്. ഈ ഇപ്പൊ പറഞ്ഞില്ലേ ഇങ്ങനത്തെ യാത്രകൾ പോകുമ്പോൾ ഭയങ്കര റിസ്കി കുറെ കാര്യങ്ങളും കൂടെ ഉണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ എങ്ങനെ ഇവരുടെയൊക്കെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണ്? അതുകൊണ്ടാണ് ഈ ട്രെയിനിങ് ഒക്കെ പറഞ്ഞു. അല്ലാതെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കുന്ന പോലെ ആവണം എന്നില്ലല്ലോ. ക്ലൈമറ്റ്, ഒരുപാട് കാര്യങ്ങളില്ലേ. അതൊരു ഭയങ്കര റിസ്ക് അല്ലേ? നമ്മളൊരു ഓപ്പറേറ്ററിനെ സംബന്ധിച്ച് റിസ്ക് ആണല്ലോ. വലിയൊരു ഒരുക്കം എല്ലാ യാത്രയ്ക്കും മുമ്പ് ഞാൻ ചെയ്യാറുണ്ട്. എൻ്റെ ആദ്യത്തെ ഏറ്റവും സുദീർഘമായ യാത്ര ഈ ആമസോൺ എക്സ്പെഡിഷൻ. അത് 6 മാസത്തെ ഒരുക്കത്തിന് ശേഷമാണ് നടത്തിയത്. 6 മാസം അതിന് പഠിച്ചു. അവരെല്ലാം ബന്ധങ്ങളുണ്ടാക്കി. അംബാസഡേഴ്സിനോട് അവരോട് പറയുകയായിട്ട് അവർ ലാൻഡിൽ ബന്ധം ഉണ്ടാക്കി ഏത് ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാന്നതിൽ എല്ലാം ഒരുക്കി ഞാൻ തന്നെയാണ് കൊണ്ടുപോയത്. പനാമയുടെ വീഡിയോ ഞാൻ കണ്ടിരുന്നു, ചെറിയൊരു ഇതിട്ടിരുന്നത്. അപ്പൊ അതിലിങ്ങനെ പറയുന്നുണ്ട് വിന്റേജ് കാറുകളിലൂടെ അവിടെ പോവാന്നൊക്കെ. ആ ഒരു യാത്രയെ കുറിച്ച് പറയാം. അത് കുറെ സ്ഥലങ്ങൾ ചെയ്തിട്ട് അതൊന്നുമില്ല. നമ്മൾ എല്ലാ സ്ഥലത്തും പോകുമ്പോൾ നമ്മളവിടെ ഉറപ്പുവരുത്തുന്നത് അവിടെയുള്ള ഏറ്റവും മേജർ ആയിട്ടുള്ള ഐക്കൺസ് നമ്മൾ വരും. പിന്നെ അവരുടെ കൾച്ചർ വരും. പിന്നെ അവരുടെ ഫുഡ് വരും. അവരുടെ ഡാൻസ് പെർഫോമൻസ്, അവരുടെ ഫുഡ്, അത് വെച്ചിട്ട് നമ്മളെല്ലാം ക്രമീകരിക്കുക. പിന്നെ അവരുടെ ആ ട്രഡീഷൻ വേയിലാണ് നമ്മൾ കൊണ്ടു കാണിക്കുക. അപ്പോൾ അവിടുത്തെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ പണ്ടത്തെ സ്പാനിഷ് കോളനിയാണ്. ആ കൗബോയ്സ്, അപ്പോൾ അവരുടെ കൗബോയ് വില്ലേജുകൾ, പിന്നെ അവരുടെ സ്പാനിഷ് ട്രഡീഷനിൽ അവരുടെ ഉള്ള ഈ പറഞ്ഞ വിൻറ്റേജ് കാറുകളിലുള്ള അവരുടെ ഉള്ളിലൂടെ പോവുക. അപ്പം അതൊക്കെ പണ്ടത്തെ കാലത്ത് ഈ വിൻറ്റേജിൽ പണ്ടത്തെ കാലത്ത് അവരുടെ ആളുകൾക്ക് പോയിരുന്ന ആ വഴികളിലൂടെ ഇന്ന് ആ സംസ്കാരത്തിലുള്ള ആ പഴയ ബിൽഡിങ്ങുകളിലൂടെ ആ പഴയ ആളുകൾ കൊണ്ടുപോകുന്ന വിധത്തിൽ കൊണ്ടുപോകുന്ന ഒരു സംവിധാനം അവരുണ്ടാക്കിയിരിക്കുന്നുണ്ട്. അത് ഈ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുപഠിക്കാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ കൊണ്ട് കാണിക്കുന്ന ആ ഒരു സംവിധാനം തന്നെ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അതിൽ പല രാജ്യങ്ങൾ വരുന്നത്. ഈ പനാമ കനാലിലൂടെ എത്ര രാജ്യങ്ങളാണ്? പനാമ കനാലിൽ 7-8 രാജ്യങ്ങളുണ്ട്. നമുക്ക് ആദ്യം ആരംഭിക്കുന്നത് യുഎസ്, കോട്ടിമല, കോസ്റ്ററിക്ക, പനാമ, പിന്നെ കൊളംബിയ, ക്യൂബ, പിന്നെ ഇത് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ്. അത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ ഈ പസഫിക് ഓഷ്യനിൽ നിന്നും അറ്റ്ലാന്റിക് ഓഷ്യനിൽ കിടക്കുകയാണ്. ഏകദേശം ഒരു 80 മീറ്റർ ഉയരത്തിലാണ് ഇതിന്റെ പനാമ ഇരിക്കുന്നത്. എന്നിട്ട് ഈ കപ്പലിനെ
പസഫിക് ഓഷനിൽ നിന്ന് 80 മീറ്റർ ഉയരത്തിലേക്ക് കപ്പലിൽ ഉയർത്തും. എന്നിട്ട് അവിടെ മുകളിൽ മലയുടെ കൊണ്ട് നിർത്തും. എന്നിട്ട് വീണ്ടും ഈ 80 മീറ്ററിൽ ഈ കപ്പലിനെ താത്തിയിട്ടാണ് കൊണ്ടുപോകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വിസ്മയ കാഴ്ചയാണ്. ഇത് എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര? അതൊരു 18ഓളം ദിവസം, 9-10 ദിവസമുള്ളൂ ക്രൂയിസ് ആയിട്ട്. ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോഴേ നമ്മുടെ കേരളത്തിൽ ഇതുപോലത്തെ എന്തൊക്കെ സാധ്യതകളാണ് താങ്കൾ കാണുന്നത്? നമ്മളെ ഇങ്ങോട്ട് ആൾക്കാരെ ആകർഷിക്കാനായിട്ട് ഇപ്പൊ പല സ്ഥലത്തും പോയി കണ്ടതാണല്ലോ. അപ്പൊ നമ്മുടെ ഇവിടെ യൂട്ടിലൈസ് ചെയ്യാത്ത ഉണ്ടെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? നമ്മുടെ ഹെറിറ്റേജ്, നമ്മുടെ കലകള്, ഓരോ ജില്ലകൾക്കും അതിൻ്റെതായിട്ടുള്ള കലകളുണ്ട്. ഇപ്പൊ നമ്മുടെ പറവൂര് പറയണെങ്കിൽ നമ്മുടെ ചവിട്ട് നാടകങ്ങൾ, അതുമാതിരി ഓരോ ജില്ലകളിലും അവരുടെ കലകളും അവരുടെ സംസ്കാരവും അവരുടെ ഭക്ഷണ രീതിയും ഒക്കെ നമുക്കുണ്ട്. ഇത് ആരും യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. ഓരോ ജില്ലകളിലും നമുക്ക് വേണമെങ്കിൽ കേന്ദ്രങ്ങൾ, അവരുടെ കൾച്ചറൽ ടൂറുകൾ നടത്താം. അവിടുത്തെ യുനെസ്കോ പോലത്തെ ഹെറിറ്റേജ് സൈറ്റുകളുണ്ട്. ഇതാരും കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ കോർത്തിണക്കാവുന്ന വലിയ ഒരു സാധ്യത കേരളത്തിലുണ്ട്. കാരണം കേരളത്തിന്റെ നേച്ചുറൽ ബ്യൂട്ടി നമ്മൾക്കുള്ള ഒരു ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വെറുതെ പറയുന്നതല്ല. പ്രോപ്പർലി അത് ആളുകൾക്ക് കാണിക്കുന്ന വിധത്തില് ഒന്നും തയ്യാറാക്കിയിട്ടില്ല. മുഴുവനും മാലിന്യമായിട്ട് കുമ്പ് കൂടുന്ന വിധത്തില് ആളുകൾക്ക് പോകാവുന്ന വിധത്തിലല്ല. ഇതിനേക്കാളും വികസിതമല്ലാത്ത ന്യൂസിലൻഡ് മുതലായ രാജ്യങ്ങളുണ്ട്. അവിടെയൊക്കെ കൊച്ചു മലകളും കുറച്ച് വെള്ളച്ചാട്ടങ്ങളൊക്കെ അവർ കാണിക്കുന്ന കാണുമ്പോൾ അത്ഭുതപ്പെട്ടു. ഇവിടെ നമ്മൾ വെള്ളച്ചാട്ടം വലിയ പ്രധാനപ്പെട്ട കാഴ്ചകളിലേക്ക് ആൾക്ക് പ്രവേശനം ഉണ്ടെങ്കിൽ ആ സ്ഥലം മുഴുവനും. അപ്പൊ അങ്ങനെയുള്ള അനന്ത സാധ്യതകൾ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് വന്ന് അങ്ങനെയുള്ള ആളുകൾക്ക് അതിനുള്ള സംവിധാനങ്ങൾ, ഹോട്ടലുകളൊക്കെ കൊടുത്ത് നമ്മൾ അതിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയാലോ. ഇപ്പൊ നയാഗ്ര ഒത്തിരി ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്ന നയാഗ്രയിൽ അങ്ങനെയുള്ള ഈ സസ്റ്റൈനബിളിനെ നിലനിർത്തിക്കൊണ്ട്, സസ്റ്റൈനബിൾ ടൂറിസത്തിൽ നിലനിർത്തിക്കൊണ്ടുള്ള അനന്ത സാധ്യതകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയൊരു പ്ലാനിങ്ങും പ്രൊജക്റ്റും നമ്മൾ ഉണ്ടായാലും നമ്മുടെ എല്ലാ സ്ഥലങ്ങളും കാണും. പിന്നെ നമ്മുടെ സംസ്കാരം. ഒറ്റയ്ക്കൊക്കെ വിദേശത്ത് പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അവരോട് എന്താ പറയാനുള്ള? അവരെന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്? കാരണം എല്ലാവരും ചിലപ്പോൾ ഇതുപോലെ ആയിരിക്കില്ല സാർ പറഞ്ഞ പോലെ എക്സ്പെഡിഷന് വേണ്ടിയിട്ട് ആരെയും കൂട്ടാതെ പോകാനാണ് കൂടുതൽ പേർക്കും താല്പര്യം, പ്രത്യേകിച്ച് ഏജൻസിക്ക്. അവർക്ക് എന്താ ഉപദേശം കൊടുക്കുന്നത്? എക്സാമ്പിൾ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ലാൽജു സാർ എൻ്റെ കൂടെ ഞങ്ങൾ കമ്പനിയുമായിട്ട് ആദ്യത്തെ കമ്പനി ഉദ്ഘാടനം ചെയ്തു. പക്ഷെ 2-2.5-3 വർഷം കഴിഞ്ഞാണ് അദ്ദേഹം ആദ്യത്തെ യാത്ര വന്നത്. കാരണം അദ്ദേഹം സോളോ ട്രിപ്പ് ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പൊ അദ്ദേഹം സോളോ ട്രിപ്പ് ഇഷ്ടപ്പെടുന്നത് കാരണം അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് പോകാം, ഇഷ്ടമുള്ള സമയം കാണാം എന്നുള്ള ലെവലിലാണ്. പക്ഷെ നമുക്കുള്ള എല്ലാ സ്ഥലങ്ങളും അതങ്ങനെ കാണാൻ പറ്റില്ല. അപ്പൊ ഞങ്ങളുടെ കൂടെ അദ്ദേഹത്തിന്റെ മോളും കൂടി വന്നു. പക്ഷെ ഞങ്ങളുടെ സർവീസും ഞങ്ങളുടെ ഹോട്ടലുകളും താമസവും ഭക്ഷണവും ആ ലെവലിലും സർവീസും ചിട്ടയായിട്ട് പോകുന്നു, ഒരു മിസ്സിങ് പോലും ഇല്ലാണ്ട് ഭംഗിയായിട്ട് പോകുന്നപ്പോൾ അവരെ സംബന്ധിച്ച് ഭയങ്കര ഇഷ്ടമായി. പിന്നീട് ശേഷം ആളുകൾ സോളോ ട്രാവൽ ചെയ്തിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ കൂടെ ഗ്രൂപ്പ് ട്രാവൽ മാത്രം ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ പോകുന്നവർക്ക് ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. പ്രത്യേകിച്ച് ചൈന പോയാൽ ഒരു ഭാഷ നമുക്കറിയില്ല. ജപ്പാൻ പോയാൽ അവർ ജപ്പാനിൽ കണ്ട് സംസാരിക്കില്ല. അപ്പൊ പല വിധത്തിൽ ഇപ്പൊ എന്റെ ആമസോൺ കാടുകളിലേക്ക് വന്നപ്പോൾ പകുതിയോളം ആളുകൾ സോളോ ട്രിപ്പായിരുന്നു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് സോളോ പല വിധത്തിൽ പോകാൻ പറ്റും, പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങളെ പോലെ ആരെങ്കിലും സംവിധാനം വേണം. അപ്പൊ ഇങ്ങനെയുള്ള പോകുന്നവർക്ക് അവർ പോകാൻ കഴിവിനനുസരിച്ച് പോകാൻ പറ്റുന്ന ഒരു സംവിധാനമുണ്ട്. പക്ഷെ ഒരു ഗ്രൂപ്പ് ട്രാവൽ, ഒരു കുടുംബത്തോട് ഒത്തു പോകുന്ന വിധത്തില് സന്തോഷം, മലയാളികളോട് മിണ്ടിയും പറഞ്ഞ് അവരൊരു മലയാളിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ച് ആ പോകുന്ന ഒരു സന്തോഷവും ഉണ്ട്. അപ്പൊ ഈ രണ്ട് സന്തോഷവും ഒരേ ഉണ്ട്. പക്ഷെ എപ്പോഴും ഞാൻ പറയാ, നമ്മള് ഇങ്ങനെ പോകുന്ന ഒരു യാത്രയാണ് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ. അവരിത് എൻജോയ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് അതിലുള്ളത്. ഇപ്പൊ പുതിയൊരു സംരംഭകൻ ഈ രംഗത്തേക്ക് വരുവാണെങ്കിൽ ഒരു സ്പേസ് ഉണ്ടോ? തീർച്ചയായിട്ടും. ഇത് വലിയൊരു കടലാണ്. അതുമാത്രമല്ല, ഞങ്ങൾ ഇത്രയധികം രാജ്യങ്ങളുടെ വലിയൊരു അനന്ത സാധ്യതയാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് മിടുക്കരായിട്ടുള്ള ആളുകൾ കടന്നു വരണം. അവരിതുപോലുള്ള യാത്രകൾക്ക് മുന്നോട്ടിറങ്ങണം. വലിയ ഒരു അനന്ത ബിസിനസ് സാധ്യതയാണ്. അവരെന്താണ് ശ്രദ്ധിക്കേണ്ടത്? വരുന്ന ഒരാൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? പുതുതായിട്ട് വരുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക എന്നാണ്. പഠിച്ച് ഏറ്റവും നല്ല രീതിയിൽ നിലവാരം ഉറപ്പുവരുത്തി, ആ ഉറപ്പുവരുത്തിയത് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു. ഒരിക്കലും ബിസിനസ് ലെവലിൽ കാണരുത്. കൊടുത്താലും മാത്രം മതി, നമുക്ക് കിട്ടും. നമ്മൾ അതിലുള്ള ലാഭം നോക്കിയാൽ നമുക്കൊരിക്കലും അതിലൊരു വിജയം ഉണ്ടാവില്ല. യുവാക്കൾക്ക് അതുപോലെ എല്ലാവർക്കും വളർന്നു വരാനുള്ള വലിയൊരു സാധ്യത അവർക്ക് വരുമ്പോൾ ഞങ്ങൾ പറയണം, അതിനു വേണ്ടി കൊച്ചി തന്നെ തിരഞ്ഞെടുക്കണമെന്നും കൂടി ഞാൻ പറയും. കാരണം അത്ര ഇതിനെ സ്വീകരിക്കുന്ന ഒരു മണ്ണാണ് കൊച്ചിയിലെ മണ്ണ്. ഒരാളുടെയും ഒരു നെഗറ്റീവായിട്ട് ചെയ്യില്ല, ഒരാളെയും ദ്രോഹിക്കാൻ നോക്കില്ല. മാക്സിമം പ്രോത്സാഹനവും കിട്ടും, അതിനുള്ളൊരു അപ്രിസിയേഷനും ഉണ്ടാവും, ചെയ്യുന്ന കാര്യത്തിന് ഒരു വിജയം ഉണ്ടാവും.
ഇപ്പൊ വിദേശത്തേക്ക് നമ്മൾ ഒരുപാട് പാക്കേജുകളുണ്ട്, നമുക്ക് ഇന്ത്യൻ പാക്കേജുകളുണ്ട്. ഇപ്പൊ ഞങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്ന ഔട്ട്ബൗണ്ട് ടൂറിസമാണ്. ഇന്ത്യക്ക് വിദേശത്ത് കൊണ്ടുപോകുന്നതാണ്. പക്ഷെ ഇപ്പോൾ ആ വിദേശത്ത് കൊണ്ടുപോയ അംബാസിഡേഴ്സുടെ ബന്ധങ്ങളും ആ ടൂറിസം ബന്ധവും നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന വലിയൊരു സാധ്യത നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടിയിരിക്കുകയാണ്. നമ്മൾ അതിലേക്ക് ആരംഭിക്കുകയാണ്. ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സംവിധാനം നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പൊ അതുപോലെ തന്നെ, കാരണം നമുക്കും റവന്യൂ ഉണ്ടാവണമല്ല, അപ്പൊ അതിലേക്കുള്ള ഒരു വലിയൊരു കാൽവെപ്പും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളെ ഈ സഞ്ചാരം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നൊരു പേര് സന്തോഷ് ജോർജ് കുളങ്ങരയുടെയാണ്. അദ്ദേഹത്തിന്റെ യാത്രകളും താങ്കളുടെ യാത്രകളും അതൊരു വ്യത്യസ്തമാണ്. താങ്കളുടെയും ഒരുപാട് ട്രാവൽ വ്ലോഗ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ യാത്രകളോടുള്ള താങ്കളുടെ ഒരു സമീപനം? എന്നെ ഇപ്പോൾ നമ്മള് മലയാളികൾക്ക് യാത്ര ചെയ്യാൻ പഠിപ്പിച്ച ആളാണ് നമ്മുടെ സന്തോഷ് സാർ. അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത് സോളോ മെൻറ്റർ എന്ന പേരിൽ അറിയപ്പെടാം. കാരണം അദ്ദേഹം ഇപ്പോൾ യാത്രകൾ പഠിക്കും, സ്ഥലങ്ങളിലേക്ക് പോകും, അത് ഏറ്റവും ആളുകൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അറിയാം, ഏറ്റവും നല്ല രീതിയിൽ അത് അവതരിപ്പിക്കും. അങ്ങനെ മലയാളികളെ കൊതിപ്പിച്ച ആളാണ് സന്തോഷ് സാർ. അപ്പൊ അദ്ദേഹം ഒരു സോളോ മെൻറ്ററാണ്. ആധികാരികമായിട്ടുള്ളൊരു യാത്രയെക്കുറിച്ചുള്ള പറയുന്ന ഒരു ആധികാരികമായിട്ട് ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ യാത്രയും എൻ്റെ യാത്രയുള്ള പ്രത്യേകത, അദ്ദേഹം സോളോ മെൻറ്റർ ആണെങ്കിലും ഞാൻ ഗ്രൂപ്പ് മെൻറ്ററാണ്. നമുക്കൊരു ട്രാവൽ മെൻറ്റർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതിനാണ് നമുക്ക് ഇങ്ങനെ ഒരു ട്രാവൽ മെൻറ്റർ. ഈ ഗ്രൂപ്പ് മെൻറ്റർ എന്ന് വെച്ചാൽ അത് ഈ കാണുന്ന സ്ഥലങ്ങളിലേക്ക് കാണിക്കുമ്പോൾ അതിലേക്ക് ആ സ്ഥലത്തേക്ക് എല്ലാവർക്കും പോകാവുന്ന ഒരു സംവിധാനമാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പൊ ശരിക്കും സന്തോഷ് സാറ് തുടങ്ങി വെച്ച് നിർത്തിയെടുത്തുന്നാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും പോകുമ്പോൾ ഒറ്റയ്ക്ക് ഇപ്പോൾ നമ്മുടെ കുട്ടികൾ കേരളം ഇന്ത്യ മുഴുവനും വണ്ടി ഓടിച്ചു പോയിപ്പോ കഴിവുള്ള മിടുക്കർ നല്ല പിള്ളേർ അടിച്ചു പോയിട്ട് വരും. ഒന്നുമില്ലാത്ത സാധാരണക്കാർക്ക് അത് ചിന്തിക്കാൻ പറ്റില്ല, വണ്ടി ഓടിക്കാൻ പോലും അറിയില്ല. അപ്പൊ അവർക്ക് എങ്ങനെ പോകും? അതിനുള്ള ഞാൻ ഓൾ ഇന്ത്യ റോഡ് ട്രിപ്പ് ഉണ്ടാക്കി. അതുപോലെ പല ടൂറുകളും യാത്രകളും സംഘടിപ്പിച്ചപ്പോൾ ഇത് ഒറ്റയ്ക്ക് പോകാൻ കഴിവില്ലാത്ത, സഹായം ആവശ്യമുള്ളവർക്ക്, ആവശ്യമില്ല, ഇങ്ങനെയുള്ളവരുടെ ഈ ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ പോകുന്നൊരു സംവിധാനം ഉണ്ടായത്. ഇപ്പൊ ഈ ആളുകളെ യാത്ര കൊണ്ടുപോകാന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ബിസിനസ് ലക്ഷ്യങ്ങൾ താങ്കൾക്ക് ഉണ്ടാവുമല്ലോ, അതെന്തൊക്കെയാണ്? ഇപ്പൊ ഈ വലിയ ഒരു സാധ്യത നമ്മുടെ ഈ കേരള നമ്മുടെ ടൂറിസം ഫീൽഡിലുണ്ട്. അതിലെല്ലാവരും ആ സാധ്യതകളെ പഠിക്കാൻ ആൾ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത്. എല്ലാവർക്കും താൽക്കാലികമായ ലക്ഷ്യത്തിലെ കുറച്ച് ടിക്കറ്റുകൾ നടത്തണം, കുറച്ച് ടൂറുകൾ നടത്തണം, കുറച്ച് സ്റ്റഡീസ് നടത്തണം, പിള്ളേരെ വിടാം, എൻഡ് ഓഫ് ദി ഡേ ബിസിനസ് കിട്ടുക എന്നുള്ളത്. പക്ഷെ അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന വിധത്തില് ആ ഒരു കമ്പനി ഒന്ന് ഉണ്ടാക്കുക, അതിൽ ബിസിനസ് താല്പര്യത്തിൽ അതിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം ആരും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെയുള്ള പഠനത്തിൽ ഞാൻ നോക്കിയപ്പോൾ ലോകത്ത് 200ഓളം രാജ്യങ്ങളുണ്ട്. പക്ഷെ 50-60 രാജ്യങ്ങളിലേക്ക് കൂടെ ആർക്കും ടൂർ സംഘടിപ്പിക്കുന്ന ഒരു സാധ്യതയില്ല. അപ്പോൾ പക്ഷെ അങ്ങനെ നിൽക്കുമ്പോൾ 200 രാജ്യങ്ങളുണ്ട്. ഈ 200 രാജ്യങ്ങളിലേക്ക് എന്തുകൊണ്ട് യാത്രകൾ കൊണ്ടുപോയിക്കൂടാ, യാത്രകൾ നടത്തിക്കൂടാ? ആ യാത്രകളിലേക്ക് 200 രാജ്യങ്ങളിലേക്ക് ആളുകൾ പോയാൽ അത്ര വലിയ ആളുകൾ ഇങ്ങനെയുള്ള ഒരു വലിയൊരു, നമ്മൾ ഈ കാണുന്ന ഈ യാത്രയുടെ ലോകം, വലിയൊരു ലോകം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടും. അങ്ങനെ ഒരു വലിയ ലോകത്തിന്റെ ഒരു ബിസിനസ് സാധ്യതയാണ് ഞാൻ അവിടെ കണ്ടത്. ആ ബിസിനസ് സാധ്യതയിൽ ഇപ്പോൾ 110 രാജ്യങ്ങളിലെത്തി. 200 രാജ്യങ്ങൾ 2030 ആകുമ്പോഴേക്കും ഈ ബെന്നീസ് റോൾ ടൂർസ് വളർന്നു പന്തലിച്ച് വലിയൊരു കമ്പനിയായിട്ട് മാറും. ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നവര് കേരളത്തിൽ നിന്നുള്ളവർ മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ മോയിലിൽ നിന്നുള്ള ആളുകളാണ്. ഇപ്പോൾ മലയാളികളാണ്. ലോകത്തുള്ള എല്ലാ മലയാളികളും പകുതി പേര് മാത്രമേ കേരളത്തിൽ നിന്നുള്ളൂ, ബാക്കി പകുതി പേര് വിദേശത്തു നിന്നാണ്. കേരളത്തിലെ യാത്രക്കാർ 50% ബാക്കി 50% ലോകത്തുള്ള മലയാളികളും അവരുടെ ഫ്രണ്ട്സുമാണ്. ഇനിയിപ്പോ ഫോറിനേഴ്സ് വരണം. അവര് വരണമെങ്കിൽ ഈ കമ്പനിയെ കുറിച്ച് അവർ നോക്കും. ഇവര് ദേ ആർ അക്രഡിറ്റഡ്, വാല്യൂഡ്, നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ? ആ അംഗീകാരം കൂടി വന്നാൽ നമുക്ക് വിദേശികൾ നമ്മുടെ യാത്രയിലേക്ക് വരും. ഒരു മൾട്ടി നാഷണൽ കമ്പനി എന്ന ലെവലിലേക്ക് ബെന്നീസ് വളർത്താൻ ഉള്ളൊരു വലിയൊരു സാധ്യതയാണ് ഇതിലൂടെ ഈ അക്രഡിറ്റേഷന് മുമ്പിൽ നമുക്ക് തുറന്നു കിട്ടും. ഇപ്പൊ കേരളത്തിൽ മാത്രമേ ഓഫീസുള്ളൂ. ഇനി വിദേശത്തേക്ക് ഓഫീസുകൾ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് തുറക്കണം. അതിനുള്ള പദ്ധതിയായിട്ടാണ് നമ്മളൊരു ബേസ് ഉണ്ടാവണം, അംഗീകാരം ഇവിടെ തന്നെ ഉണ്ടാവണം. അപ്പൊ ഇനിയുള്ള വർഷങ്ങള് നമ്മളെ ബെന്നീസിനെ സംബന്ധിക്കുന്ന നിർണായക വർഷങ്ങളാണ്. ഇപ്പൊ 2030 200 രാജ്യങ്ങൾ അന്നത്തേക്ക് നമ്മുടെ ഒരു റവന്യൂ അങ്ങനെ ഒരു ലക്ഷ്യം, അതുപോലെ തന്നെ ഒരു 500 CR ലക്ഷ്യമൊക്കെ നമുക്ക് ഇപ്പൊ നമുക്ക് അതിനുള്ള സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അതിലേക്കാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ എവിടേക്കാ നമുക്ക് സെന്ററുകളുള്ളത്? കേരളത്തിൽ കൊച്ചി, തിരുവനന്തപുരം, തൃശ്ശൂർ, കോഴിക്കോട്, ഇന്നലെ 4 സ്ഥലങ്ങളിൽ നമ്മള് ഉള്ളു. ഇപ്പൊ ആദ്യമായിട്ട് വരാൻ ഉദ്ദേശിക്കുന്ന ഒരാളോട് പറയാനാണെങ്കിലേ
എന്തൊക്കെ കാര്യങ്ങളാണ് ബെനീസ് ചെയ്തു കൊടുക്കുക? എവിടെ തൊട്ടുള്ള എവിടെ വരെയുള്ള അല്ല, അവർക്ക് ആഗ്രഹിക്കുന്ന ഏത് ഡെസ്റ്റിനേഷനും അവരുടെ ഏത് നിലവാരം അനുസരിച്ച്, ഇപ്പോൾ നമ്മൾ ബിസിനസ് കോർപ്പറേറ്റ്സും കൂടി ആരംഭിച്ചു. അപ്പോൾ അങ്ങനെ ഏത് മേഖലയുള്ളവർക്ക്, ഏത് ബിസിനസ്സിലായാലും, ഇൻഡിവിജ്വൽ ടൂറുകളായാലും, ഒറ്റയ്ക്കുള്ള യാത്രകളായാലും, നിങ്ങൾ ഫാമിലി ആയിട്ട് യാത്രകൾ, ഏത് യാത്രകളും അവർ ആഗ്രഹിക്കുന്ന ഏത് ഡെസ്റ്റിനേഷനിലേക്കും കൊണ്ടുപോകാവുന്ന, അറ്റ്ലീസ്റ്റ് ഒന്ന് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ കൊണ്ടുപോകുക, അല്ലെങ്കിൽ അതിനുള്ള ഒരു ഗൈഡൻസ് പോലും കൊടുക്കാവുന്ന ഒരു ടീമാണ് നമുക്ക് നിലവിലുള്ളത് തന്നെ. ഇപ്പൊ ഒരുപാട് രാജ്യങ്ങൾ പോയിട്ടുണ്ടല്ലോ, എല്ലാവരും ഒരിക്കലെങ്കിലും കണ്ടിരിക്കണം എന്ന് തോന്നിയിട്ടുള്ള ഒരു രാജ്യമുണ്ടോ, പ്രത്യേകിച്ച് മലയാളികൾ? എല്ലാവരും നിർബന്ധമായിട്ട് കണ്ടിരിക്കേണ്ട ഒരു രാജ്യമാണ് ജപ്പാൻ. ജപ്പാന്റെ സംസ്കാരവും അവരുടെ ആതിഥ്യമര്യാദയും അവരുടെ ഭക്ഷണവും അതൊക്കെ നമ്മൾ ഒരിക്കലും മലയാളികൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ പോയിരിക്കണമെന്ന് ഞാൻ പറയുന്ന രാജ്യമാണ്. ഇത്രമാത്രം പ്രകൃതി രമണീയമായ സ്ഥലം ജപ്പാനിലൊരു ടക്കിയാമ മൗണ്ടൻസ് എന്ന സംഭവം. സ്വിറ്റ്സർലൻഡൊക്കെ മാറി നിൽക്കണം അവിടുത്തെ കാഴ്ചകൾ. അതിനേക്കാൾ ഉപരി അവിടുത്തെ ജനത്തിനെ എത്രമാത്രം ആതിഥ്യത്തിൽ നമ്മൾ പോകുമ്പോൾ, ഇപ്പോൾ നമ്മൾ യൂറോപ്യൻസിൽ അവിടേക്ക് ചെല്ലുമ്പോൾ നമ്മളോടൊരു അരഗൻസാണ് പെരുമാറ്റം. ഇവിടെ അവിടെ ഒരു ലൈനിൽ, ഹോട്ടലിൽ ലൈൻ നിൽക്കുകയാണെങ്കിൽ, നമ്മൾ പുറകിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അറിയാണ്ട് പോയി കഴിഞ്ഞാൽ അവർ പറയും പ്ലീസ് കീപ്പ് ലൈൻ എന്ന് പറയും. ഇവിടെ നമ്മളൊരാളെ ചെന്നാൽ അവർ നമ്മളെ മുന്നിലേക്ക് കൊണ്ടുപോയി അവരെ നമ്മൾ ചെയ്യും. വളരെ ആതിഥ്യം, നല്ല ഭക്ഷണം, നല്ല കാഴ്ചകൾ, നല്ല സംസ്കാരം, ഈ സന്തോഷം അനുഭവിക്കുന്നതും കാഴ്ചകളുള്ളതും നമുക്ക് വളരെ അനുഭവങ്ങൾ നൽകുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ. അത് നിർബന്ധമായിട്ടും മലയാളികളെ ഒരിക്കലെങ്കിലും കണ്ടിരിക്കണം എന്ന് ഞാൻ പറയും. യാത്രയുടെ ലോകവും യാത്രയുടെ വിശേഷങ്ങളും എത്ര പറഞ്ഞാലും മതിവരാത്ത ആണ് ഈ യാത്ര എന്നത്. കേൾക്കാനും സുഖമാണ്, നമുക്കും എത്രമാത്രം പറഞ്ഞാലും അത് മതിയാകില്ല. കാരണം അത് അനുഭവിക്കുക തന്നെ വേണം എന്ന് എനിക്ക് എല്ലാവരോടും പറയാനുള്ളൂ. 2030 200 രാജ്യങ്ങൾ എത്തിച്ചേരാനാകട്ടെ. അതേപോലെ തന്നെ 500 കോടി കമ്പനി എന്തായാലും സാധിക്കട്ടെ. വളരെ സന്തോഷം. താങ്ക് യു.